ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ധൃതിയാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഓരോ ജോലികളാണ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കല്ലേ, അടുക്കള ജോലി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഞ്ഞി ഇടാൻ വേണ്ടി ഒരു മംഗലത്തിൽ ഞാൻ വെള്ളം വെച്ച് അടപ്പ വെച്ചേക്കാണ്. ഞാൻ സാധാരണ ഈ കലത്തിലാണ് ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അരി കഴുകി അങ്ങോട്ട് ഇട്ട് നോക്കാം, ഇടാം. ഈ വിറകടുപ്പേ നമ്മൾ ചോറ് വയ്ക്കുന്നതാണ് ഏറ്റവും രുചിയുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണിത്. ചോറ് വയ്ക്കുന്നത് മൺകലത്തിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അരി ഒന്ന് കഴുകിയിടാം. രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഈ അരി കഴുകി എന്നിടാം. ഞങ്ങൾ വെള്ളരിയാണ് ഉപയോഗിക്കാറുള്ളത്. അരി നല്ലതുപോലെ ഒന്ന് കഴുകുക. വെള്ളം നല്ലതായിട്ട് വെട്ടിത്തിളച്ച് കിടങ്ങുവാണ്. നമുക്ക് അരി ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു കൊടുത്ത് വേവിക്കാം. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഉറ ഒഴിക്കാൻ വേണ്ടി മിൽമയുടെ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 3 കവർ മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് പാലൊന്ന് കാച്ചിയെടുക്കാം. ഈ പാല് കവറ് കഴുകി കുറച്ച് വെള്ളമേ ഒഴിക്കാവേ. ആദ്യം വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചാൽ ശരിയല്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമേ ഇടുന്നുള്ളൂ. അത് വേകാനുള്ള വെള്ളമേ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാച്ചിയെടുക്കാം. ഒഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. കട്ട തൈര് കിട്ടണം. എനിക്കതാണ് ഇഷ്ടം. ഇത് ഒഴിച്ചാൽ നല്ല കട്ട തൈരായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഗ്യാസ് ഒഴിച്ചു. ഇനി ചൂടാകട്ടെ. ചൂടാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നെയ്യ് കാണും, അത് നമുക്കെടുക്കാം. അത് ഇമാതിരി ചൂടായി വരുമ്പോഴേ നമുക്ക് അടുത്ത ജോലിയിലേക്ക് കിടക്കാം. ഇങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ധൃതിയാണ്. അത് ചെയ്യണം, തോരനുണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതൊക്കെ മീൻ ഉണ്ടാക്കണം, എല്ലാം ഓരോ ജോലികളും നേരം വെളുത്ത്. അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് നടക്കണം. നടപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത്, അല്ലേ? അതുകൊണ്ട് ഓരോ ജോലികൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും പുറകിൽ ഓരോന്ന് ചെയ്യുന്ന പാത്രം കഴിയണം. അങ്ങനെ ഓരോ ജോലികളാണ് നമുക്കുള്ളത്. ഇനി കുറേ മീനുണ്ട്. ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചേക്കാണ്. അത് നമുക്ക് വറുക്കാൻ വേണ്ടി നമുക്ക് കഴുകി റെഡിയാക്കി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ഇട്ടില്ല. ഇത്രയും കൂട്ടേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ട്. ഈ പാലിങ്ങനെ നല്ലതായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് വേവിച്ചെടുക്കുന്ന പാല് ഒഴിച്ചാൽ നല്ല കട്ട തൈരായിരിക്കും. ഞാൻ കട്ട തൈരാണ് ഇടുന്നത്. ഒരുമാതിരി പുളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോരൊക്കെ കാച്ചിയാൽ രുചിയുള്ളൂ. അപ്പോൾ ഇത് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഒന്ന് സിമ്മയിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ വേവിക്കണം. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയാണ്. ഇതിപ്പം തിളയ്ക്കാറായി. പാലിന് തിളച്ച് പൊങ്ങി വരുന്നുണ്ടോ? ഇത് സിമ്മയിലാക്കിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അരി തിളച്ചുകൊണ്ടാകും. ഈ ആട്ടക്കറിങ്ങനെ വേവിച്ചിട്ടു. ഇനി ഞാൻ തിളച്ചിട്ടു. ഇനി അടുത്തൊരു വീഡിയോ വരാം. ഓക്കെ.